ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ് കേട്ടോ. ഞാൻ ആഴ്ച ഒരു ദിവസമാണ് ഹെയർ ഷാമ്പൂ ഇട്ട് കഴുകുന്നത്. ഇന്നാണ് ആ ദിവസം. ഞാൻ ഹെയർ വാഷ് ഡേക്ക് മുന്നേ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ട. ഞാൻ ഏത് ദിവസമാണോ ഷാമ്പൂ ചെയ്യുന്നത് അതിന്റെ തലേ ദിവസം ഓയിൽ കുറച്ച് നല്ലപോലെ തലയിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് കടന്നുറങ്ങും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ തലയിൽ ചിലപ്പോൾ കുതിർത്ത് വെച്ച് ഉലുവ അരച്ച് ചിലപ്പോൾ തലയിൽ തേക്കും. പിന്നെ ഉലുവ വെള്ളവും ഉലുവയും ഗ്രാമ്പൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് തലയിൽ തേക്കും. പേരൊക്കെ വെള്ളം തിളപ്പിച്ച് തലയിൽ തേക്കും. പിന്നെന്താ പ്രത്യേകിച്ചൊന്നുമില്ല, ചെമ്പരത്തി താള്. പിന്നെ വല്ലപ്പോഴും മാസങ്ങൾ കൂടുമ്പോൾ എങ്ങനെ വല്ലപ്പോഴും ഹെന്നയൊക്കെ ചെയ്യും. പിന്നെ പിന്നെന്താ നെല്ലിക്ക, കറ്റാർവാഴ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ഇന്ന് ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡ് ജെല്ലാണ് തലയിൽ തേക്കാൻ പോകുന്നത്. ഇതാണ് ഫ്ലാക്സ് സീഡ് ജെല്ല്, ചണവിത്ത് എന്ന് പറയും. ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിന്റെ ചൂട് പോകുന്നതിന് മുമ്പ് അരിച്ച് എന്നിട്ടാണ് തലയിൽ തേച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഡവിന്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു ഉപയോഗിച്ച് കഴിയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ടിപ്പ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു പാക്കറ്റ് ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ചൂട് മാറിയതിനു ശേഷം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് മുൻകൂട്ടി ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫ്ലാക്സ് സീഡ് ജെല്ല്. ഇത് ഇതിന് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തിളച്ച് കഴിയുമ്പം ആ ചൂടോടെ തന്നെ അരിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതേ കണക്ക് ജെല്ല് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഞാൻ ഇന്ന് തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ചെയ്യുന്നത് എന്റെ രീതിയാണ് കാണുന്നത് കേട്ടോ. പലർക്കും ചിലപ്പോൾ പല പല രീതികളായിരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് അത്രയും. ഫ്ലാക്സ് സീഡ് ജെല്ല് നമ്മൾ തലയിൽ നിന്ന് അപ്ലൈ ചെയ്ത് വെക്കും. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തലയൊക്കെ നല്ല വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുടിക്കൊക്കെ നല്ലൊരു ഷൈനിങ് ആയിരിക്കും. മുടിയൊക്കെ നല്ല തിളങ്ങി കുറച്ച് നല്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നടക്കും. ഇങ്ങനെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഹെയർ കെയർ വീഡിയോ മാത്രമല്ലാതെ വേറെ ചെയ്യുമ്പോൾ ഞാനത് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല വാഷ് ചെയ്ത് മുടിയൊക്കെ ഞാൻ ഉണക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക്. ഇതാണ് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ചീറ്റി കാണിച്ചു തരാം. കാണുന്നുണ്ടോ? നല്ല ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ പ്രാവശ്യം ഇതല്ല ട്രൈ ചെയ്യുന്നത്. ചിലപ്പം ഉലുവയായിരിക്കും, ചിലപ്പോൾ ഈ പറയുന്നത് ചെമ്പരത്തിത്താളിയായിരിക്കും. പലതാണ് പലപ്പോഴും ട്രൈ ചെയ്യുന്നത്. കണ്ടോ? നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. എങ്കിലും ഞാൻ ചെയ്യുന്ന എന്റെ ഒരു രീതി ഞാൻ നിങ്ങളെ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ചാ ബൈ.